ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തിന്മയാ മൂടുമെൻ്റെ മാനസം. നാദ ആരാധന, നാദ ആരാധന, പാടാം ആരാധന, നിത്യം ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് ദൈവഭയം ഉള്ളവനായിരിക്കുക എന്ന സന്ദേശം. ദൈവഭയം ഉള്ളവനായിരിക്കുക. എന്താണ് ദൈവഭയം ഉള്ളവനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം? അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ വചനം ഇപ്പം തന്നെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കിവെക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉണ്ടോ? കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ഗുണങ്ങള്. അപ്പോൾ ദൈവഭയം വന്നാലുള്ളൊരു ഗുണം എന്താ? ദൈവഭയം വന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കും. മനസ്സിലായോ? ദൈവത്തെ ഭയപ്പെടുക. രണ്ടാമതൊരു കാര്യം പറയുക, കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. മനസ്സിലായോ? ദൈവഭയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം എപ്പോഴും ഒരുക്കി വയ്ക്കും. അതായത് ദൈവഭയമുള്ളവൻ നന്നായി കുമ്പസാരിക്കും, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കും. വിശുദ്ധ പാദര് പിയോ നല്ല ദൈവഭയമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പല പ്രാവശ്യം കുമ്പസാരിക്കുക. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ദൈവഭയമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 4 പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നതെന്ന് പറഞ്ഞേ. വിശുദ്ധ അമ്മ ത്രേസ്യ ദൈവഭയം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നത്. അപ്പോൾ ഹൃദയം ഒരുക്കി വയ്ക്കുക. അവരെപ്പോഴും ഒരു കൊച്ചു പാപം ചെയ്ത് ദുശ്ചിന്ത അല്ലെങ്കിൽ ഒരു ചെറിയ നീരസം പിണക്കം ഓടിപ്പോയി കുമ്പസാരിക്കുക. എപ്പോഴും അവർ ഹൃദയം ഇങ്ങനെ ഒരുക്കി വയ്ക്കും. അപ്പോൾ ദൈവഭയം ഉണ്ടെങ്കിൽ വരുന്നൊരു വലിയൊരു ഗുണമാണ് അവരെപ്പോഴും ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട്. ഒരു കൊച്ചു പാപം ജീവിക്കുക, ഒരു വിഷമം ഇങ്ങനെ വരികയാണ്, അയ്യോ ഞാൻ എന്നെ ചെയ്തല്ലോ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ. ഒരു ദൈവഭയം വളരെ വിശേഷപ്പെട്ടൊരു പുണ്യമാണ്. മറ്റൊരു ഇതായിട്ട് എഴുതി വെച്ചിരിക്കുക, ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതരായിരിക്കും. എളിമപ്പെടുന്നൊരവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെയാണ്: നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ തന്നെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന്
സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിൽ ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെ ഭൂമിയിൽ ആ ചുങ്കക്കാരൻ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ, കണ്ടോ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ളൊരു പേടി. ഒരിക്കലും ഒരു നഴ്സിംഗ് കോളേജിൽ ധ്യാനം നടത്തുന്ന സമയത്ത്, ആരാധനേൻ്റെ സമയത്ത് ഹന്നാവളം തെളിക്കാൻ വേണ്ടി ജനസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ യൂത്ത് മക്കൾക്കുള്ള ധ്യാനമാണ്, നഴ്സിംഗ് കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ദേ 2-3 റോ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ ആരാധന ഇവിടെ നടക്കുമ്പോൾ എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ പ്രധാനപ്പെട്ട സമയത്ത് പിന്നിലേക്ക് ചെന്നപ്പോൾ കുറേ പേര് ഇങ്ങനെ അലസമായി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവിടെ നിന്ന് കയറി എന്ന് പറഞ്ഞു, ഇങ്ങനെ ഇതുപോലെ ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വീകാര്യമായ ആരാധന അത് ഭയഭക്തിയാദരങ്ങളോടെ നമ്മൾ സമർപ്പിക്കണം. ഇല്ല, രോഗികളായ മക്കളൊക്കെ ഇരിക്കുക നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു രോഗമില്ലാതെ ഒന്നുമില്ലാത്ത വളരെ ആരോഗ്യവതികളായ ആരോഗ്യവാന്മാരായ മക്കളൊക്കെ ദൈവത്തിൻ്റെ ആരാധനാ സമയത്തൊക്കെ അലക്ഷ്യമായി ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടൊക്കെ അതിൽ പങ്കെടുക്കുക, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വീകാര്യമായ ആരാധന അത് നമ്മൾ ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കണം. നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ ദൈവഭയം എന്ന പുണ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റുപറയാൻ പോകുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനമാണ്. അവിടെ ആ നല്ല കള്ളൻ ആ ഇടതുവശത്തെ കള്ളനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ദൈവത്തെ പേടിയില്ലേ? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? കാരണം എന്താ, ആ ഇടതുവശത്തെ കള്ളൻ ദൈവത്തോട്, ഈശോയോട് പറയുകയാണ്, നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിക്കുക, ഒപ്പം ഞങ്ങളെയും രക്ഷിക്കുക. കണ്ടോ, അദ്ദേഹത്തെ ദൈവത്തെ ഒരു പേടിയില്ല, അദ്ദേഹം ചെയ്തു വെച്ച പാപത്തെ പറ്റി ഒരു ചിന്തയില്ല. ഇതൊക്കെ ദൈവഭയം ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. കുമ്പസാരില്ല, കുർബാനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, കഴുത്തിൽ വെന്തിങ്ങിയില്ല, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്നത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു, പിതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നു, വൈദികരെ കുറ്റപ്പെടുത്തുന്നു, സഭയെ കുറ്റപ്പെടുത്തുന്നു, അപ്പനമ്മയെ കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ സ്വഭാവത്തിൽ മൊത്തത്തിലും നോക്കുക, ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ, അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ദൈവഭയം ഇല്ലാത്തതിൻ്റെ കുറവുകൾ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവഭയം വന്നാലോ, ആ ഭയഭക്തി ബഹുമാനം ദൈവത്തോട് വന്നു കഴിഞ്ഞാലോ, നമ്മളിപ്പോഴും ഹൃദയത്തെ ഒരുക്കി വയ്ക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കും, അത് പ്രവർത്തിക്കും. അതിന് പറ്റിയ ഒരു തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ശക്തമായി ഈ വചനഭാഗം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത്
വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഇരുകരങ്ങൾ എത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ശരി, ദൈവത്തെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ വിനീതനായി ജീവിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ കൽപ്പന പാലിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ കുമ്പസാരിക്കും. ദൈവഭയം എന്ന പുണ്യത്തിന് വേണ്ടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭയം തരണമേ പരിശുദ്ധാത്മാവേ. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്ത്യാദരങ്ങളോടെ സമർപ്പിക്കാൻ കൃപ തരണമേ കർത്താവേ. ആസന്ന മന്നനായ യാക്കോബ് വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ ദൈവഭക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കൃപ തരണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തെ ആരാധിക്കാൻ കൃപ തരണമേ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് കരങ്ങൾ വീശിയടിച്ച് ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, യേശുവാണെന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, യേശുവാണെന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാം വലം കയ്യാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാം വലം കയ്യാൽ താങ്ങി നിർത്തും. കരമുയർത്തടിച്ച് ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെട്ടു. ഭയത്തിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ശബ്ദമേത്ത് ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവ പുത്രനായ ദൈവ പരിശുദ്ധാത്മാവായ ദൈവ അമലാത്മാവ് അറിയമേ. മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ആരെങ്കിലും കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ. രൂപാന്തരപ്പെട്ട തിരത്തെത്താൻ കഴിയണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്ര, ദുഷ്ടദോഷം, പൈശാചിക ബാധകള്, കൈവിഷങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞാൻ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സത്യരെയും മധ്യസ്ഥാലും നികാർ റബ്ബ ഗബ്രി മാലാമാരി സത്യമായ സാന്ത സംരക്ഷത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലും വസ്തുവിലും ഭക്ഷണങ്ങളും മാനസിക ശാരീരിക ആത്മീയമല്ല മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും അതായി 4 ലുക്ക 4 മർക്കോസ് 16 ഒന്നിയോന 3 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് വന്ന് ഈ വചന സത്യ സകലവിധ പ്രകൃതിക്ഷമ ഇടിമിന് ഇടിവെട്ടുകൾ ആശയങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദ്രവ്യാസ് ഗോപാസതി ഭക്ഷണാസതി സ്വയംഭോഗം സൗരഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി
വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠന തടസ്സം, കോടതിയിൽ സാമ്പത്തിക കൂട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക, ബാഹ്യ, ചെറുതുകൾ, രോഗപീഠകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, വിശ്വാസക്കുറവിന് ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കും, സ്തുതിച്ച് പ്രാർത്ഥിക്കും, വചനം വായിക്കാൻ ചൊവ്വാഴ്ച തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്രജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നിപ്പത്തിക്കുന്ന പൈശാചിക രൂപികൾ, അന്ധകാശത്ത്, സാത്താശത്ത്, ദുഷ്ടശക്തികൾ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശമെന്ന് സാത്താനെ നിന്നും ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം തരണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ആലുലിയ ആലുലിയ ആലുലിയ. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും മാറിപ്പോട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാനത്തെ വെച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എൻ്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും സത്യമാം ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമാം ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ദൈവഭയം നിറയട്ടെ. വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, സൗമ്യത, ആത്മസംയമനം നിറയട്ടെ. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്, അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തനം, പ്രചോദന, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കൾ വിവേചനയുള്ള വരങ്ങൾ ലഭിക്കട്ടെ. ശുശ്രൂഷ വരങ്ങൾ തെളിയട്ടെ. കുമ്പസാരിക്കാനുള്ള കമ്പ ലഭിക്കട്ടെ. കള്ള കുമ്പസാരിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. വിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. ആലുലിയ 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 ആലുലിയ. സബലത മപപത ബലത മമബത ബലസ മമബത യാ ലബ സബ കമമബതി ബകല മമബത അസബി കമമബത ബലത മമി മബഹല ബല. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള കൃപ നൽകി കർത്താവ് ഒരാൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭാശയ സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ഗർഭപാത്രത്തിൽ മുഴ, അങ്ങനെയെങ്കിൽ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് രോഗപീഠമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. അത്ഭുത രോഗശാന്തി ലഭിക്കുന്നതായിട്ട് വ്യക്തമായി കർത്താവ് കാണിക്കുകയാണ്. ESR വളരെ കൂടുതലുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. റൂട്ട് കനാൽ ചെയ്ത് ബ്ലീഡിങ് നിൽക്കാത്തൊരു ആൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. OET എക്സാം പാസ്സാകാനുള്ള കൃപ നൽകി ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അറിയാതെ യൂറിൻ പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അയർലൻഡിലുള്ള ഒരു വ്യക്തിയുടെ ജോലി മേഖലയിലെ പ്രതിസന്ധി കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു അധ്യാപികയുടെ എയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട്, തലകറക്കം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റിസ്ക് വളരെ കൂടുതലാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സർജറി, ആ സർജറി വിജയകരമായി നടക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. നട്ടലിലും മുഴയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. സാന്ദ്ര എന്ന മകളോട് നിനക്ക് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ സന്ദേശം തരുന്നു. ഒരു ഭവനത്തിൽ നിന്ന് പഴുതാര ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ധനാസക്തിയുള്ളവരെ കാണിക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നവർ, പലിശ വാങ്ങുന്നവർ, പാവങ്ങൾക്കും ദൈവ ശുശ്രൂഷകൾക്കും ഒന്നും കൊടുക്കാത്ത ചില മക്കള്, ദൈവ ഭയമില്ലാത്ത മക്കളാണ് അങ്ങനെയുള്ള മക്കള്. ആ കുടുംബത്തിലെ അംഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ കർത്താവ് പറയുക, ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. 1 തിമോത്തി 6:10 വചനം തരികയാണ്. ഈ കൈക്കൂലി വാങ്ങുന്നതും പലിശ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ദശാംശം കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും കർത്താവ് സന്ദേശം തരികയാണ്. ധന്യയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൈവിരലുകൾ മടക്കാൻ പറ്റാത്ത അവസ്ഥ, സ്റ്റിഫാവുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ശക്തമായ ഗ്യാസ് ട്രബിളുള്ള 7 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോസ്മേരി എന്ന മകളുടെ വിദേശ യാത്രാ തടസ്സങ്ങൾ തവിടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മറ്റം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അംബ്രോസിനെ കർത്താവ് സ്പർശിക്കുന്നു. വിസ തടസ്സങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇക്കിട്ടം വരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തയ്യൽ കട നടത്തുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലിവറിലെ ട്യൂമർ ഉള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്.
മുട്ടിന് താഴോട്ട് ചൊറിച്ചിലുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കഴുത്തിന് നീർക്കെട്ട് വേദന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ഒരു ആൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലീന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു മ്യൂസിക് ടീച്ചറിനോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. വരാപ്പുഴ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പനിയെ തുടർന്ന് തലച്ചോറിന് ഇൻഫെക്ഷൻ ബാധിച്ച ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബസ്സിലെ കണ്ടക്ടറുമായി തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്ന ഒരു മകളോട് ആ ബന്ധം ഉപേക്ഷിക്കാനും കുമ്പസാരിക്കാനും കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. മാസങ്ങളായി പല്ലിന് പുളിപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളായി വീഞ്ഞുണ്ടാക്കി വിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടിലൂടെയും അടിക്കടി തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തോട് ഈ ചാമ്പിക്ക, ലൂപിക്ക, നെല്ലിക്ക, മുന്തിരി വൈൻ ഇങ്ങനെയുള്ള വൈൻ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കാൻ ആ വീട് വെഞ്ചരിക്കാനും കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. പുതുപ്പാടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ വീട് വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഷേർലറ്റ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലിവറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു സഹോദരിയുടെ ശക്തമായ നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൂസ് എന്ന വിളിപ്പേരുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ നിരാശയിലായിരിക്കുന്ന ഒരു സിസ്റ്ററോട് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ബാങ്ക് മാനേജറായ ഒരു മകനോട് കുടുംബത്തോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആ വീട്ടിൽ ഒത്തിരി തടസ്സങ്ങളുള്ളതായിട്ട് കാണിക്കുന്നു. ദശാംശം കൊടുക്കാൻ സന്ദേശം തരുന്നു. ഓവർ ബ്ലീഡിംഗ് ഉള്ള ഒരു ഡോക്ടറായ ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. യൂറിൻ പോകാൻ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ പനി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കഫക്കെട്ട് കൂടിയ അവസ്ഥയിൽ ശക്തമായ ചുമ ബാധിച്ച ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികൾ പ്രാർത്ഥിക്കുക, ശക്തമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. നാവിലെ തൊലി പോകുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജിനോ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കുടൽ സംബന്ധമായ രോഗാവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സോനയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദന ഒരു യൂത്ത് മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് സാക്ഷ്യപ്പെടുത്താതിരിക്കുന്ന മക്കളോട് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. മോളിയുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിൻ്റെ അടിഭാഗം വിണ്ടുകീറി ശക്തമായ വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നിയോഗം വെച്ച് വചനം എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചോ. അങ്ങനെ നിയോഗം വെച്ച് വചനം എഴുതുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം കർത്താവ് തരുന്നതിൻ്റെ അകത്ത് നന്ദി പറയാം. ശിരിരിരി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേൻ. ഹാലലിയ 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 ശിരിരിരിരിരിരിരി ശിരിരിരിരിരിരി ശിരിരിരിരിരിരി ഹാലലിയ 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 ഹാലലിയ. എൻ്റെ പേര് ജീന. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരണേ. ഞാൻ ജൂലൈ മാസത്തിൽ ഏൽറുഹയിൽ വന്ന് നിന്ന് കൂടുന്ന ധ്യാനം കൂടിയിരുന്നു. അന്ന് ധ്യാനത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത്ര നാൾ വൈകിയത് എനിക്ക് കുറച്ച് അത് ഡോക്ടർമാരെ കണ്ട് അതൊന്ന് കൺസീവ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത്. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക്. ഞാൻ ഗ്യാസിന് ഒരുപാട് മരുന്ന് കഴിക്കായിരുന്നു. ഗുളികകൾ, ജെലിസലിൻ്റെ ടാബ്ലറ്റ് ഞാൻ ഒരുപാട് കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസത്തേക്ക് 4 സ്ട്രിപ്പാണ് മേടിക്കുക. 4 സ്ട്രിപ്പ് എന്ന് വെച്ചാൽ 60 ഗുളിക. അത് ഒരു മാസം കൊണ്ട് ഞാനും അമ്മയും കഴിച്ച് തീർക്കും. അത്രമാത്രം ഗ്യാസാണ്. എനിക്ക് എന്ത് കഴിച്ചാലും ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം നീർക്കെട്ടിയാലും ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഫസ്റ്റ് ദിവസം തന്നെ അച്ഛൻ പറഞ്ഞു ഗ്യാസിൻ്റെ അസുഖമുള്ള ഒരു വ്യക്തിയുടെ അസുഖം എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് അപ്പോഴൊന്നും തോന്നിയില്ല. പക്ഷേ അതിനുശേഷം ഞാനിവിടെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, നീ അത് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നീ നോക്കിയിട്ട് വീണ്ടും വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. ഇപ്പം ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് 4.5 മാസമായി. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങിയത് എത്ര വർഷമായെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതിന് മാത്രം പഴക്കമുണ്ട് എനിക്ക്. ഒരു സ്കൂൾ കാലഘട്ടം തൊട്ടേ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അന്നൊന്നും ഗുളിക കഴിച്ചിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഗുളിക കഴിച്ചു തുടങ്ങിയത് തന്നെ. അത് എനിക്ക് ഓർമ്മ കൂടിയില്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. അത്രയും പഴക്കമുള്ള ഒരു അസുഖമാണ്. ഈ ഒരു 5 ദിവസം കൊണ്ട് ഞാനിവിടെ ഏൽറുഹയിൽ വന്ന് ധ്യാനം കൂട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് നീങ്ങിപ്പോയിട്ടുള്ളത്. യേശുവിന് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ബ്രസ്റ്റിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ തവണ മാമോഗ്രാം ചെയ്തപ്പോൾ എനിക്ക് 4 ഫൈബ്രോയിഡ്സാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ തവണ ഒരു വർഷം കഴിഞ്ഞ് മാമോഗ്രാം ചെയ്തപ്പോൾ അത് ഫൈബ്രോയിഡ്സ് 10 എണ്ണമായി പെരുകയും ചെയ്തു. അത് സൈസ് ഒക്കെ പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 1 വർഷത്തെ ഗ്യാപ്പൊന്നും പറ്റില്ല, ഇനി ആകെ 6 മാസം കൂടുമ്പോൾ മാമോഗ്രാം ചെയ്യണം. ഇതിലെന്തെങ്കിലും പ്രശ്നമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ
തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ഇടയ്ക്കാണ് ഇവിടെ വന്നിട്ട് എൽറുഹയിൽ വന്ന് ധ്യാനം കൂടിയത്, ആ 5 ദിവസത്തെ ധ്യാനത്തിൽ തന്നെ. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ബ്രദർ പറഞ്ഞു, നിനക്ക് ഈ മേഖലയിലും നിനക്ക് സൗഖ്യം കിട്ടിയതായിട്ടാണല്ലോ യേശു കാണിക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് ശേഷം ധ്യാനം കൂടിയതിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ മാമോഗ്രാം ചെയ്തു. മാമോഗ്രാം ചെയ്തപ്പോൾ എനിക്ക് 10 ഉണ്ടായിരുന്ന ഫൈബ്രോയിഡ്സ് 7 കുറയുകയും ചെയ്തു. തന്നെയല്ല, ഉണ്ടായിരുന്ന ഫൈബ്രോയിഡ്സ് വലിപ്പം വർദ്ധിക്കുന്നതിന് പകരം തിരികെ ചുരുങ്ങി പോവുകയാണെന്ന് പറഞ്ഞ സ്കാൻ ചെയ്ത ഡോക്ടറും നമ്മളെ ചികിത്സിക്കുന്ന ഓങ്കോളജിയുടെ ഡോക്ടറും പറഞ്ഞത് ഫൈബ്രോയിഡ്സ് ഒക്കെ ചുരുങ്ങാണ്, അത് ഇനി ഇത് ഒരു ക്യാൻസറിലേക്ക്, ഈ ഫൈബ്രോയിഡ്സ് എന്തായാലും ക്യാൻസറിലേക്ക് മാറില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു. അത് ഈശോയുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് എൽറുഹയിൽ വന്ന് 5 ദിവസം ധ്യാനം കൂടിയതിൽ തന്നെയാണ് എനിക്കത് മാറിപ്പോയി എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹങ്ങളൊക്കെ തരുന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവിന് നന്ദി, യേശുവേ സ്തുതി. നമുക്ക് മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സാക്ഷിയാക്കി മാറ്റണമേ, സാക്ഷി പറയാനുള്ള ധൈര്യം എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു. ഭാഷയുള്ള ഭാഷ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവഭയം നിറയട്ടെ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ.